നാളെ മഹ്ശർ എന്ന് ചോദിച്ചാൽ എവിടെയാ മഹ്ശർ? അത് നാളെ ബൈത്തുൽ മുഖദ്ദസാണ്. എനിക്ക് തോന്നുന്നതെല്ലാം അടിച്ച് നിരപ്പാക്കി ബുൾഡോസർ വെച്ചെല്ലാം തകർത്ത് സെറ്റാക്കി ഇടുവായിരിക്കും. അല്ലാഹു തആല എല്ലാവരും അവിടെ ഒരുമിച്ച് കൂട്ടാൻ സമയം എന്തോ ആയി അടുത്തു എന്ന് തോന്നുന്നു. അതിൻ്റെ അടയാളങ്ങളൊക്കെ കണ്ടു തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഖിയാമത്ത് നാളിന് മുന്നോടിയായി വരുന്ന ചെറിയ അടയാളങ്ങൾ, അലാമത്തു സുഗ്റ, ചെറിയ ചെറിയ അടയാളങ്ങളൊക്കെ സംഭവിച്ചു. ഇനി വലിയ അടയാളങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിൻ്റെ അടയാളങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഴുവനും. എല്ലാ മേഖലകളിലും കാണുന്ന സംഭവം തന്നെയാണ്. മുസ്ലിമീങ്ങളുടെ മേൽ കടന്നാക്രമണം നടത്തുന്നതും ആരാധനാലയങ്ങൾ തകർക്കപ്പെടുന്നതും മദ്രസകൾ തകർക്കുന്നതും വീടുകളൊക്കെ തകർക്കുന്നതിൻ്റെയൊക്കെ തെളിവുകൾ ഏകദേശം അതൊക്കെ തന്നെയായിട്ടാണ്. കസ്റത്തുൽ ഹറജ്, ധാരാളം മരണം അധികരിക്കുമെന്ന് നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കൊല അധികരിക്കുമെന്ന് നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്തിനാ നിന്നെ കൊന്നത്? ലാദിരി ഫീമ ഖുതിൽതു, എന്തിനാണ് ഞാൻ കൊല്ലപ്പെട്ടതെന്ന് എനിക്ക് എന്നെ അറിയില്ല എന്ന്. കൊന്ന കാതുകനോട് പോയി ചോദിക്കും, നീ എന്തിനാണ് അവനെ കൊന്നത്? എനിക്കറിയില്ല, അവനെ ഞാൻ എന്തിനാ കൊന്നു. അങ്ങനെയല്ലേ ഇപ്പൊ നടക്കുന്നത്? കള്ളനെ കിട്ടിയില്ലെങ്കിൽ കണ്ടവനെ പിടിക്കുക എന്ന് പറഞ്ഞാൽ, കട്ടവനെ കിട്ടിയില്ലേ കണ്ടനെ പിടിക്കുക, കണ്ടവനെ പിടിക്കുക എന്ന് പറയുന്ന പോലെ കാണുന്നവനെ അങ്ങോട്ട് തട്ടുക, കൊല്ലുക. എന്തിനാ കൊന്നത്? അറിയില്ല. നീ എന്തിനാ ചത്തത്? അറിയില്ല. അങ്ങനെ ഒരു കാലം വരും. ലോകാവസാനത്തിൻ്റെ അടയാളമാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെങ്കിൽ ഇപ്പോൾ നടക്കുന്ന അതല്ലേ, നടന്നുകൊണ്ടിരിക്കുന്നത് അതല്ലേ? ലോകത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ചരിത്രങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കിൻ. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത് ചെറിയ അടയാളങ്ങളൊക്കെ ഏകദേശമൊക്കെ തീർന്നു, ഇനി വലിയ അടയാളങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് തോന്നുന്നു. അതുകൊണ്ട് ബാദിറൂ ബിൽ അഅമാൽ, അഅമാലെ സ്വാലിഹയിലേക്ക് നിങ്ങൾ ധൃതി കൂട്ടണേ സഹോദരങ്ങളെ. പിന്നീട് നമുക്ക് ഖേദിക്കാൻ, പിന്നീട് നമുക്ക് പശ്ചാത്തപിക്കാൻ, പിന്നീട് നമുക്ക് കണ്ണീരൊലിപ്പിക്കാൻ സമയമുണ്ടാവില്ല. ഇപ്പം അള്ളാഹു നമുക്ക് തന്ന സമയം കഴിവതും അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ ചെലവ് ചെയ്യണേ. എപ്പോഴാണ് മരിക്കുക എന്ന് നമുക്കറിയില്ല, എപ്പോഴാണ് മരണം സംഭവിക്കാൻ പോകുന്നതെന്നറിയില്ല, എന്താണ് ഭാവിയിൽ ദുരന്തം നമ്മളെ നേരിടാൻ പോകുന്നതെന്നൊന്നും അറിയില്ല. പിന്നീട് നമസ്കരിക്കാനോ ഖുർആൻ പഠിക്കാനോ ഇൽമിന്റെയോ നസീഹത്തിന്റെയോ തഅലീമിന്റെയോ ഒരു സാഹചര്യം കിട്ടുമോ എന്ന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ലോകം പോയിക്കൊണ്ടിരിക്കുമ്പോ ബാദിറൂ ബിൽ അഅമാൽ, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, അമലുകളുമായി നിങ്ങൾ ധൃതി കൂട്ടണേ, വേഗം വേഗം. അതാണ് നബി തങ്ങൾ വേഗം ബാദിറൂ, പിന്നെയാകാം. റജബായി കഴിഞ്ഞു, ആരെയും കണ്ടില്ല പള്ളിയിൽ, ഇനി ശഅബാൻ തുടങ്ങാൻ പോവാ, ഇല്ല ആയിട്ടില്ല, വരുന്നില്ല. റമദാൻ ആവട്ടെ, റമദാനിന്റെ തലേ ദിവസം മുതൽ നമുക്ക് പോകാം. അടി കൊണ്ടേ പറ്റുള്ളൂ, നമ്മള് അടി കൊണ്ടേ പറ്റുള്ളൂ. അല്ലാതെ വിടില്ല. റമദാൻ ആവാതെ നമ്മൾ പള്ളി കയറൂല. റമദാൻ ആവണമെന്നാ പറയാം, റമദാൻ വരെ നോക്കിയിരിക്കാൻ. റമദാൻ ആവാതെ നമ്മൾ പള്ളിയിൽ കയറൂല. റജബായി പോയില്ല, റജബ് അള്ളാഹുവിന്റെ ഒരു മാസം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. നമ്മൾ ഖുർആൻ ഓതി തീർത്തോ? പശ്ചാത്തപിച്ചോ? അള്ളാഹുമായി ബന്ധപ്പെട്ടോ? പാതിരാത്രി എഴുന്നേറ്റ് നമസ്കരിച്ച് റബ്ബിനോട് നമ്മുടെ കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച് ഓർത്തോ? പടച്ചവനെ, കഴിഞ്ഞ വർഷം റജബിൽ എൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന സുഹൃത്തിനെ കാണാനില്ല, മരിച്ചുപോയല്ലോ അല്ലാഹ്, അടുത്ത വർഷം ഞാൻ ഉണ്ടാകുമോ പടച്ചവനെ? അള്ളാഹുവോടൊരു മുനാജാത്ത് നടത്തിയോ? നമ്മൾ മുനാജാത്ത് നടത്തിയോ? അടുത്ത ശഅബാൻ എത്തുകയാണ്, നബീന റസൂലുള്ളാഹി തങ്ങളുടെ മാസം. അള്ളാന്റെ മാസം കഴിഞ്ഞു, അടുത്ത നബിയുടെ മാസം ശഅബാനു ശഹരി. അടുത്ത വെള്ളിയാഴ്ച തൗഫീഖ് ഉണ്ടെങ്കിൽ റസൂലുള്ളാഹി തങ്ങളുടെ മാസത്തിലാണ്. ശഅബാനു ശഹരി, ശഅബാൻ എൻ്റെ മാസമാണ്. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? നബിയുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചോ? ആ സുന്നത്ത് പിൻപറ്റിയോ? നബിതങ്ങൾ ഇതൊക്കെ അത്ഭുതങ്ങളൊക്കെ കണ്ടു, നമ്മുടെ മുന്നിൽ വന്ന് പറഞ്ഞു. സഹാബാക്കൾ അത് അംഗീകരിച്ചു. പക്ഷെ മുസ്ലിം ലോകം എന്തേത് അംഗീകരിക്കാത്ത, ഉൾക്കൊള്ളാത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുപോകുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കണ്ട വൃദ്ധൻ ആരായിരുന്നു? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചു, ആരാത്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി കൊടുത്തു, മുഹമ്മദ്, അത് ദുനിയാവാണ്, ദുനിയാവാണ്. നിങ്ങൾ ആ വയസ്സായ കോലത്തിൽ കണ്ടില്ലേ? നിങ്ങളൊരു വയസ്സൻ നിങ്ങളെ വിളിക്കുന്നില്ലേ? യാ മുഹമ്മദ് ഹലുമ്മ, ഇങ്ങോട്ടേക്കൊന്ന് അടുത്തുവാ അടുത്തുവാ എന്ന് നിങ്ങളെ വിളിച്ചില്ലേ? അൻജാനിബി ത്വരീഖ്, പോകുന്ന വഴിയുടെ ഓരത്ത് നിന്ന് വിളിച്ചില്ലേ? ഇത് ദുനിയാവാണ് മുഹമ്മദേ, ഇത് ദുനിയാവാണ് എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിശദീകരിച്ചു കൊടുത്തു, ലം യബ്ഖ മിനദ് ദുനിയാ ഇല്ലാ കമാ ബഖാ തിൽകൽ അജൂസി. അതാണ്
ലം യബ്ഖ മിനദ് ദുനിയ ഇല്ലാ കമാ ബഖിയ മിൻ തിൽകൽ അജൂസി. ഈ ദുനിയാവിന്റെ വലിപ്പം, ഈ ദുനിയാവിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് ഈ വയസ്സനായ അങ്ങ് കണ്ട ആ രൂപത്തിന്റെ അത്രയേ ഉള്ളൂ ഇനി ബാക്കി എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ മനസ്സിലായ? വയസ്സായി ഇനി കുറച്ച് സമയമേ ഉള്ളൂ എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. പൊതുവെ നമ്മൾ അങ്ങനെ പറയുന്നത്. ചെറുപ്പക്കാരെന്ന് പറഞ്ഞാലും ചെറുപ്പക്കാർക്ക് എന്താ അതിൻ്റെ അർത്ഥം? ചെറുപ്പക്കാരെന്താ മരിച്ചു പോകില്ല, അങ്ങനല്ല അതിൻ്റെ അർത്ഥം. പൊതുവെ നമ്മൾ പറയുന്നൊരു വാക്കെന്താ? വയസ്സന്മാരെ നോക്കിയിട്ട് വയസ്സായില്ല ഇനിയെങ്കിലും ഒന്ന് നന്നായിക്കൂടെ എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം എന്താ? വയസ്സായില്ലേ, അതല്ലേ നമ്മൾ പൊതുവെ നോക്കുമ്പം. അതുകൊണ്ടല്ലേ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ ഈ വയസ്സന്മാർക്കൊരു താല്പര്യം. എന്താ? മരിക്കാറായി കാല് നീട്ടിക്കൊണ്ടിരിക്കുകയാണ് ഖബറിലേക്ക്. എപ്പോഴാ അള്ളാഹുവിൻ്റെ പൊരുത്തത്തോടു കൂടി നല്ല രീതിയിൽ പോകാമല്ലോ. അതുകൊണ്ടല്ലേ ഒന്നാമത്തെ സഫി വന്നത്. നിങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് നിങ്ങൾ ഇതേപോലെ ഖുതുബായിക്ക് മെമ്പറിൽ കയറുമ്പോഴേ വരുവുള്ളായിരുന്നു അന്നത്തെ കാലത്ത്, അല്ലേ? ഇപ്പോഴല്ലേ അണിഞ്ഞൊരുങ്ങി ഫ്രണ്ടിൽ വന്ന് ഉടയാത്ത ഡ്രസ്സ് വിട്ടിരിക്കുന്നത്. പണ്ടത്തെ കാലത്ത് അങ്ങനെ ആർക്കറിയാം? ഏത് സമയത്തും മരിക്കാൻ പറയാൻ പറ്റൂല. പക്ഷേ വയസ്സ് എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്തത്, ദുനിയാവെന്ന് പറഞ്ഞാൽ വയസ്സന്മാരെ പൈസകളെ പോലെയാ, കുറഞ്ഞ ആയുസ് ഇനി ബാക്കിയുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. ദുനിയാവിൻ്റെ അവസ്ഥ ഫലം യബ്ഖ മിനദ് ദുനിയ ഇല്ലാ കമാ ബഖിയ മിൻ തിൽകൽ അജൂസ്. ഈ കാണുന്ന വയസ്സിയുടെ കോലം, വയസ്സിയുടെ ആയുസ് മാത്രമേ മുഹമ്മദ് ഇനി ദുനിയാവിൽ ബാക്കിയുള്ളൂ. അതുകൊണ്ട് അതനുസരിച്ച് ജീവിക്കണം എന്നുള്ളതാണ് പറഞ്ഞു വന്നതിൻ്റെ ആശയം. നമുക്കിനി ആയുസ്സുണ്ട്. ഞാൻ 18 വയസ്സുകാരനാ, 20 വയസ്സുകാരനാ, ഞാൻ 35 വയസ്സ് ചെറുപ്പക്കാരനാ, അല്ലെങ്കിൽ 29 വയസ്സ് ചെറുപ്പക്കാരൻ, 26 വയസ്സ് കല്യാണം കഴിച്ചിട്ടില്ല, ഇനി എനിക്ക് എത്രയോ ആയുസ്സുണ്ട്. ആർക്ക് പറയാൻ കഴിയും? ആർക്ക് പറയാൻ കഴിയും? കഴിഞ്ഞ ദിവസം ഞാൻ കാസർഗോഡ് പ്രസംഗിക്കാൻ പോയപ്പോൾ 3 പേര് മരിച്ചു ഒരേ ദിവസത്തിൽ. 32 വയസ്സ്, 36 വയസ്സ്, 41 വയസ്സ്. ഒരു അസുഖവും ഇല്ല. ഇന്നലെ ഒരു സഹോദരൻ മരണപ്പെട്ടു, 49 വയസ്സ്, 50 വയസ്സ്. ഒരു അസുഖമില്ല. പള്ളിയിലത്തെ ഉസ്താദ്, അള്ളാഹു ഇവർക്കെല്ലാം പുറത്തു കൊടുക്കട്ടെ, എല്ലാം പുറത്തു. ഒരു അസുഖവും ഇല്ല. പെട്ടെന്ന് ഒരു വേദന വരുന്നു, ആശുപത്രി കൊണ്ടുപോകുന്നു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹു പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് രക്ഷിക്കട്ടെ. പടച്ചവനെ പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് രക്ഷിക്കണേ അല്ലാഹ്. പൊടുന്നതിനെ സംഭവിക്കുന്ന മരണത്തിൽ നിന്ന് രക്ഷിക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് തരണേ പടച്ചവൻ. പെട്ടെന്ന് നമ്മൾ മരണപ്പെട്ടു പോകുമ്പോൾ നമുക്ക് ഒരുപാട് നഷ്ടങ്ങളാണ് സംഭവിക്കുന്നത്. എന്താ? വസിയത്ത് നഷ്ടപ്പെടുന്നു, കടമിടപാടുകൾ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയാതെ വരുന്നു. വലിയൊരു വാക്കാണത്. സൂറത്ത് യാസീനിൽ പോലും അല്ലാഹു തആല നമ്മൾ അറിയിക്കുന്ന ഒരു വാക്കാ, വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സ്വാദിഖീൻ മാ യൻളുറൂന ഇല്ലാ സൈഹതൻ വാഹിദ തഅഖുദുഹും വഹും യഖ്സിമൂൻ ഫലാ യസ്തതിഊന തൗസിയ വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. റൂഹിനെ പിടിക്കപ്പെടുന്ന സമയത്ത് ഈ മനുഷ്യൻ പറയുന്നു, എനിക്ക് ചില വസിയത്തുകൾ ചെയ്യാനുണ്ട് മലക്കുൽ മൗത്ത്. ആ വസിയത്തുകൾ ഒന്ന് തീർക്കുന്നത് വരെ എനിക്ക് അല്പസാവകാശം നൽകണേ. എൻ്റെ മക്കൾക്ക് കുറച്ച് പട്ടു ഉടയാടകൾ വാങ്ങാൻ, ഭക്ഷണം വാങ്ങാൻ ഞാൻ ചന്തയിലേക്ക്, മാർക്കറ്റിലേക്ക് വന്നതാ മലക്കുൽ മൗത്ത്. ഞാൻ ഈ ഭക്ഷണം എൻ്റെ മക്കൾക്ക് ഞാൻ ഒന്ന് എത്തിച്ചു കൊടുത്തു കൊള്ളട്ടെ. അതുവരേക്കും എനിക്കൊന്ന് സാവകാശം നൽകണം. എൻ്റെ മക്കള് വിശന്ന് കരയുകയാ. അവരുടെ കണ്ണുനീര് കണ്ടിട്ട് ഞാൻ ഭക്ഷണം വാങ്ങാൻ പീടികയിലേക്ക് വന്നതാ, അങ്ങാടിയിലേക്ക് വന്നതാ. ഇവിടെ വെച്ച് നീ എൻ്റെ റൂഹിനെ പിടിച്ചാൽ എൻ്റെ മക്കള് പട്ടിണിയാവും. ഈ ഭക്ഷണം അവിടെ എത്തിച്ചു കൊടുക്കാൻ കഴിയാതെ വരും. അതുകൊണ്ട് ഈ ഭക്ഷണം എൻ്റെ വീട്ടിലേക്ക് എത്തിക്കാൻ ഒരു സാവകാശം നൽകണേ. ഫലാ, മറുപടി എന്താ? ഫലാ യസ്തതിഊന തൗസിയ വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. ഇല്ല കേട്ടോ, നിന്റെ വാക്കിന് ഇപ്പോ വിലയില്ല കേട്ടോ. നിന്റെ വീട്ടിലേക്ക് മടങ്ങാനും സമയമില്ല. നിനക്ക് ഏത് കുടുംബക്കാരുമായുള്ള ബന്ധങ്ങളുണ്ടോ, പ്രശ്നങ്ങളുണ്ടോ, അവരോട് നിങ്ങൾക്ക് വസിയത്ത് ചെയ്യാനും ഒരു സാവകാശം നമ്മൾ തരൂല. സമയം കഴിഞ്ഞ്. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. മനുഷ്യൻ പിന്നെ അഹങ്കരിക്കല്ലേ, എപ്പോഴാണെന്ന് അറിയില്ല. മനുഷ്യന്റെ അവസ്ഥ ഇത് തന്നെയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പടച്ചവൻ ആഫിയത്തൊക്കെ തരട്ടെ. പടച്ചവനെ ഇടപാടുകളൊക്കെ തീർത്ത് മരിക്കാൻ ഭാഗ്യം തരട്ടെ.
നമ്മളൊക്കെ മരിച്ചു പോയി കഴിഞ്ഞാലൊന്ന് മക്കളൊക്കെ നമ്മളെ സഹായിക്കൊന്നും പേടിക്കാത്ത പ്രതീക്ഷിക്കേ, അവനൊരു ദുആ ചെയ്താൽ തന്നെ വലിയ ഭാഗ്യം. ഇന്നത്തെ കാലത്ത് ഈ നൂറ്റാണ്ടിലെ മോന് എൻ്റെ വാപ്പ മരിച്ചോടാ, വാപ്പ മരിച്ചു പോയി, എത്ര ദിവസമായി? 10-12 ദിവസമായി. അതാ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഒരു മരിച്ചൊരുത്ത് ഒരാളുടെ വീട്ടിൽ അടുത്ത സമയത്ത് മോൻ കിടന്ന് കളിക്കുന്നു, മരിച്ച ചൂട് മാറിയില്ല. ചൂട് മാറി, ഇതെത്രേ ഉള്ളൂ. വാപ്പമാർ വലിയ പ്രതീക്ഷയോടുകൂടിയ മക്കളെയൊക്കെ വളർത്തുന്നത്. മരിച്ച് കബറിൽ പോകുമ്പോൾ ഒരു ദുആ ഇറക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇതൊക്കെ ചിന്തിച്ചോളി. ഈ ആയത്തൊക്കെ കേട്ടോ? ഖുർആനാ, സൂറത്ത് യാസീൻ. അതുകൊണ്ട് സൂറത്ത് യാസീനിൽ അല്ലാഹ് ഇതൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഫലാ യസ്തതിഊന തൗസിയ വലാ ഇലാഹ ഇലൈഹി യർജിഊൻ. വനുഫിഖ ഫിസ്സൂർ. തൊട്ടടുത്ത ആയത്ത് മനസ്സിലാക്കി ഓതുമ്പോൾ, യാസീൻ ഓതുമ്പോൾ അർത്ഥം കൂടെ ചിന്തിച്ചത്. ചുമ്മാ ഓതി അങ്ങ് തള്ളാതെ, വെറുതെ ഓതി തള്ളിയിട്ട് കാര്യമില്ല. ജസ്റ്റ് നിർത്തി സ്റ്റോപ്പ് ചെയ്ത് ഹമ്പ് ഗിയർ ഡൗൺ ചെയ്ത് പതുക്കെ പടക്കെന്ന് പറഞ്ഞ് ചാടി പോവാതെ അർത്ഥവിടെ ഇതെന്താന്ന് കേൾക്ക്, അതിൻ്റെ അർത്ഥം ഒന്നും ചിന്തിക്ക്. കബറിൽ തന്നെ കിടക്കുമെന്ന് കരുതണ്ട കേട്ടോ. അവിടെ തന്നെ കിടന്നുറങ്ങാമെന്നും നീ കരുതണ്ട കേട്ടോ. അവിടെ നിന്ന് നിന്നെ വീണ്ടും തട്ടി ഉണർത്തിക്കൊണ്ടു പോകുന്ന ഒരു ദിവസമുണ്ട് കേട്ടോ. അത് ഖിയാമത്തിന്റെ ദിവസമാ. അങ്ങനെ നിന്നെ തട്ടി ഉണർത്തുമ്പോ നീ കണ്ണ് തിരുമിയിട്ട് പറയുന്ന ഒരു വാക്കും അല്ലാഹ് തൊട്ടടുത്ത ആയത്തിൽ പറയുന്നു. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ. ഞങ്ങളെ ആരാണ് വിളിച്ചുണർത്തിയത്? ഞങ്ങളുടെ നാശമേ, ആരാണ് ഞങ്ങളെ ഉറക്കിൽ നിന്ന് ഞങ്ങളെ വിളിച്ചുണർത്തിയത്? ഉടനെ മറുപടി അവിടെ തന്നെ കിട്ടുകയാ. ഹദാ മവാദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. പ്രവാചകന്മാരൊക്കെ വന്ന് പറഞ്ഞില്ലേ, ഖിയാമത്ത് നാളുണ്ട്, ആഖിറമുണ്ട്, മഹ്ശറുണ്ട്, വിചാരണയുണ്ട് എന്ന് ഉസ്താദന്മാര് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിരുന്നില്ലേ? പ്രബോധകന്മാര് പറഞ്ഞിരുന്നില്ലേ? പ്രവാചകന്മാര് പറഞ്ഞിരുന്നില്ലേ? ആ സമയമായത്. അതുകൊണ്ട് കബറിൽ കിടക്കാന്നുള്ള ബോധി വേണ്ട, എഴുന്നേക്കണേ, ഇനി നിങ്ങൾക്ക് വിചാരണയാകട്ടോ. ഖുർആനല്ലേ? അവിടെ കിടന്ന് കൈകാലം പിടിച്ചിട്ട് കാര്യമുണ്ടോ? ഇപ്പോഴേ വല്ലതും ചെയ്താൽ ചെയ്ത്, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യും, വിശ്വാസമുള്ളവരെങ്കിലൊക്കെ ചെയ്യും. കൗമിനൊന്നും വിശ്വാസമൊന്നുമില്ല, അതുകൊണ്ട് വിശ്വാസം ഉള്ളവർ വേണമെങ്കിൽ ചെയ്യും. ഇതൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരും. ഓരോ പള്ളിയുടെ മെമ്പർ മെഹ്റാബും അല്ലാഹ് നാളെ മാഴ്ശറെ കൊണ്ടുവരും. ഈ മുസ്ലിയാക്കന്മാർ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടോയെന്നറിയാൻ. അപ്പം നമ്മൾ ഇന്ന് LCD കാണുന്ന പോലെ അവിടെയും കാണും. ഇവയെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവൻ്റെ ഹക്ക് നിർവഹിക്കപ്പെട്ടു. ഇനി സ്വീകരിക്കേണ്ട ഹക്ക് നിങ്ങളുടെ ഹക്കുകളാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകനോട് പറഞ്ഞു കൊടുക്കുന്നത്, ദുനിയാവെന്ന് പറഞ്ഞാൽ കുറഞ്ഞ സമയമുള്ളൂ. അതുകൊണ്ട് ജിബ്രീലെ മുഹമ്മദേ, ഒരു വയസ്സിന് എത്ര ആയുസ്സുണ്ടോ ഇനി ദുനിയാവിൽ ബാക്കി അത്രയേ ഉള്ളൂ ദുനിയാവ്. അതിനനുസരിച്ച് പ്രവർത്തിച്ചോളാനാ പറഞ്ഞ, അമൽ ചെയ്തോളി. കുറഞ്ഞ സമയം. ബാക്കിയുള്ള മുൻഗാമികളായ പ്രവാചകന്മാരുടെ ആയസ്സുകളും അവരുടെ അനുയായികൾക്കുള്ള ആയസ്സുകളും ഒക്കെ കൂടുതലായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു ഖുദ്സിയായ ഹദീസിലൂടെ പറഞ്ഞു, ഈ ദുനിയാവിൽ നബിയെ നിങ്ങൾക്ക് ഞാൻ ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം അന്നി ഖസ്സർതു അമാറഹും, അവിടുത്തെ ഉമ്മത്തിന്റെ വയസ്സ് ഞാൻ കുറച്ചു എന്നുള്ളതാണ്. നമ്മുടെ ആയുസ് കുറച്ചു എന്നുള്ളത് അള്ളാഹ് നമുക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന്. എന്താണെന്നറിയോ? ഖിയാമത്ത് നാളെ മഹ്ശറയിൽ നിന്ന് 200 വർഷം ജീവിച്ചതിന്റെ ഹിസാബ് നീ പറയണ്ട, 40 വർഷം ജീവിച്ചതിൻ്റെത് പറഞ്ഞാൽ മതി. മുൻഗാമികൾക്ക് 600 വർഷം ഉണ്ടായിരുന്നു, 400 വർഷം, 500 വർഷം. നൂഹ് നബിക്ക് 900 വർഷം, അങ്ങനത്തോളം വർഷം ഉണ്ടായിരുന്നു. അത്രയും വർഷം ജീവിച്ചതിന്റെ മൊത്തം ഹിസാബ് മഹ്ശറെ പറയണം. നമുക്കോ 50, 30, 40, 60 വർഷം ജീവിച്ചതിൽ നിന്ന് പ്രായപൂർത്തി എത്തുന്നത് വരെ അല്ലാഹ് അതങ്ങ് ഒഴിവാക്കും. പ്രായപൂർത്തി എത്തിയതിന് ശേഷം മരിക്കുന്ന വരെയുള്ളതിന്റെ കാലയളവിൽ നാം ചെയ്തതിന് ഹിസാബ് പറഞ്ഞാ മതി. അതിനാണ് നമ്മുടെ ആയുസ്സും കുറച്ചത്, ഈ ഉമ്മത്തിനെ അവസാനമാക്കിയത്. എന്തിനാണ് ഈ ഉമ്മത്തിനെ അവസാനത്തെ ഉമ്മത്താക്കി മാറ്റിയത്? നബിയേ, അവർ കൂടുതൽ കാലം ഖബറിൽ കിടക്കാതിരിക്കാനാണ് കേട്ടോ. എത്ര വലിയ അനുഗ്രഹം അല്ലാഹ് ചെയ്തേ, വല്ലോ മനസ്സിലാവുന്നുണ്ടോ സഹോദരങ്ങളെ? മനസ്സിലാവുന്നുണ്ടോ? എന്തിനാണ് ഈ ഉമ്മത്തിനെ അവസാനത്തെ ഉമ്മത്താക്കിയത്? അവർ കൂടുതൽ കാലം ഖബറിൽ കിടക്കാതിരിക്കാനാണ്. ആദം നബിയുടെ കാലഘട്ടം മുതലുള്ള ഒരു ഖബറിൽ കിടക്കുക, ഒന്ന് ആലോചിച്ചു, എത്ര വർഷം പഴക്കമുണ്ട്? എത്ര വർഷമുണ്ട്?
കിടക്കല്ലേ. ഈ മുഹമ്മദ് നബി തങ്ങളുടെ അനുയായികളായ നമ്മൾ കബറി കിടന്നാൽ ഏറിയാൽ എത്ര വർഷമാ? ഖിയാമത്ത് നാൾ വരെയുള്ളൂ കബറി കിടക്കേണ്ടത്. അത് കുറഞ്ഞ വർഷങ്ങളെ കാണുള്ളൂ, 10, 100 അല്ലെങ്കിൽ 200. അതിനപ്പുറം ഒന്നും പോകാനൊന്നും ഇല്ല. 100, 200 എവിടെ പോകാൻ? ഈ പോക്ക് പോയ 100 എത്തുമെന്നും തോന്നുന്നില്ല. മറ്റവരൊക്കെ വർഷങ്ങളായിട്ട് കിടക്കുകയാണ്, 10,000 വർഷങ്ങളായിട്ട് കബറി കിടക്കുകയാണ്, ഹിസാബ് പ്രതീക്ഷിച്ച്. കാലുക വൈരൻ എല്ലാവരെയും വിളിച്ചുകൊണ്ടിക്കൊണ്ട് പോകണ്ടേ? ആ സമയം എത്തണ്ടേ? അതെ, ഖിയാമത്ത് നാൾ വരണം. അപ്പൊ അള്ളാഹ് നമുക്ക് ചെയ്തത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. എന്ത്? നമ്മുടെ ആയുസ്സിനെ അള്ളാഹ് കുറച്ചു. ഖബറിൽ കൂടുതൽ നാൾ കിടക്കാതിരിക്കാൻ അവസാനത്തെ ഉമ്മത്താക്കി അള്ളാഹു തആല മാറ്റി. ഇതൊക്കെ അള്ളാഹു നബിതങ്ങളോട് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് നമ്മുടെ ആയുസ് കുറഞ്ഞു പറഞ്ഞ് ദുഃഖിക്കേണ്ട കാര്യമില്ല. ഉള്ള ആയുസ്സിൽ അള്ളാഹ്ക്ക് പൊരുത്തപ്പെട്ടത് ചെയ്യാനുള്ള തൗഫീക്ക് തരട്ടെ. അതിന് പരിശ്രമിക്കിൻ, അതിന് നീയത്ത് വെക്കിൻ, അതിന് ആഗ്രഹം വെക്കിൻ. നീയത്ത് വെക്കുന്നതിനും കൂലിയുണ്ട്. ചിലപ്പോൾ ചില സാഹചര്യത്തിൽ നമുക്ക് എന്തെങ്കിലും സംഭവിക്കാതെ പോയാലും കൂലി കിട്ടും. അവൻ്റെ ആഗ്രഹമുണ്ട്. ജമാഅത്ത് പ്രതീക്ഷിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ജമാഅത്ത് തീർന്നു, പേടിക്കണ്ട, നിനക്കതിൻ്റെ കൂലി കിട്ടും. നീ നീയത്ത് ചെയ്തത് ജമാഅത്ത് കിട്ടണമെന്നുള്ള ലക്ഷ്യത്തോടെയാണ്. പ്രതിഫലം കിട്ടും, പ്രതിഫലം കിട്ടും. പേടിക്കണ്ട, വിഷമിക്കണ്ട, എന്നെ ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അല്ലാഹല്ലേ വലിയവൻ. രണ്ടാമത് നബിന റസൂലുള്ളാഹി തങ്ങളെ കാണുന്നത്, ഒരാൾ നബിയെ വിളിക്കുന്നു, യാ മുഹമ്മദ്, മഹ്മഹ് നിക്കണേ, ഞാൻ അങ്ങോട്ടേക്ക് അടുത്തൊന്നു വരാം. വഴിയിൽ നിന്ന് അങ്ങ് വിദൂരത്തിൽ നിന്ന് വിളിക്കുകയാണ്, മുഹമ്മദേ പോകൽ, അവിടെ നിൽക്കണേ, ഞാൻ അങ്ങോട്ടേക്ക് വരാം. ജിബ്രീൽ നോക്കിയിട്ട് പറഞ്ഞു, വേണ്ട, ഫസ്സിർ യാ മുഹമ്മദ് മാഷാ അല്ലാഹു അയ്യസീറാ, നിക്കണ്ട കേട്ടോ, സഞ്ചരിച്ചോ സഞ്ചരിച്ചോ. നബീന റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, ആരാണ് ജിബ്രീലേ? അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ പറഞ്ഞു, ഹാദാ അദുവുല്ലാഹി ഇബ്ലീസ്. അള്ളാഹുവിന്റെ ശത്രു ഇബ്ലീസാണ് നബിയേ. വഹുവ യുരീദു അൻ തുമീല ഇലൈഹി, അവൻ ആഗ്രഹിച്ചത് അങ്ങേ അവനിലേക്ക് ആകർഷിക്കാനാണ്. അങ്ങ് അവനിലേക്ക് ആകർഷിച്ചിരുന്നുവെങ്കിൽ അവിടുത്തെ ഉമ്മത്ത് മുഴുവനും ഇബ്ലീസിന്റെ സന്താനമായി മാറുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങോട്ടേക്ക് പോകരുത്, നേരെ പോകട്ടെ. ഉണ്ടോ? ശരിയല്ലേ? എന്നാൽ ദൂരെ നിന്ന് വിളിച്ചതിൻ്റെ എഫക്റ്റ് കുറച്ച് പേർക്ക് കിട്ടി. അതൊക്കെയാണ് ചിലതിനൊക്കെ ഇങ്ങനെ ഇബ്ലീസിൻ്റെ ശൈത്താൻ്റെ ഒക്കെ സ്വഭാവം. നമ്മളെപ്പോലെയൊക്കെ ദൂരെ വിളിച്ചതിൻ്റെ ഇച്ചിരി എൻ്റെ ഈ സൈഡ് എഫക്റ്റ് വന്നുപോയി. കിട്ടാത്തതൊക്കെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളായി മാറി. ഇതൊക്കെ അതിൽ നമ്മൾ നോക്കുമ്പോൾ ശൈത്താനെന്ന് വിളിക്കുന്ന വിളി, വീട്ടിൽ പോയിട്ട് ഭാര്യയെ എന്നൊക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പം ശൈത്താനെ നിന്നോടല്ലേ പറഞ്ഞ ചെയ്യല്ലേ എന്ന് മക്കളോട് പറഞ്ഞാൽ അനുസരിക്കാത്ത ശൈത്താൻ, മനസ്സരിക്കാത്തവനെ നമ്മൾ തന്നെ വിളിക്കുക. ഉസ്താദ് മക്കളോട്, ഉസ്താദ് ശിഷ്യന്മാരോട്, ശൈത്താനെ എന്താടാ പഠിക്കാഞ്ഞത്? എൻ്റെ അർത്ഥം എന്താ? സൈഡ് എഫക്റ്റ്. ദൂരെ നിന്ന് വിളിച്ചപ്പോൾ അതുള്ള ഇബ്ലീസ് അവൻ്റെ വിളിക്ക് ഉത്തരം നൽകരുതേന്ന് ജിബ്രീൽ പറഞ്ഞപ്പോൾ ആ വിളി കേട്ടപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോയപ്പോൾ ഉണ്ടായ എഫക്റ്റില്ലേ, ഇതൊക്കെ ശൈത്താൻ്റെ ഇതിൽ അവസ്ഥയിൽ പെട്ടുപോയി. അള്ളാഹ് അതെങ്ങാനും മൊത്തത്തിലെങ്ങാനും പെട്ടിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താ? അള്ളാഹ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് എപ്പോഴും അധികരിപ്പിക്കണം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. എപ്പോഴും ഏത് സമയത്തും അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഒരു വഴക്ക് കണ്ട അഊദു ബില്ലാഹി മിനശ് ശൈത്വാൻ, കോട്ടുമായിട്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, വെറുതെ എഴുതി ഞെളിയുമ്പം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. എങ്ങോട്ടെങ്കിലും നടക്കുമ്പോൾ ഏത് സമയത്തും എന്തെങ്കിലും ഒരു മുസീബത്ത് റോഡിൽ കണ്ട അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. എല്ലാ ശൈത്താൻ്റെ പ്രശ്നങ്ങളാണ്, എല്ലാം ശൈത്താനാണ്. മൂന്നാമത് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ കൊണ്ടുപോയപ്പോൾ സലാം പറഞ്ഞപ്പോൾ അള്ളാന്റെ റസൂലിനോട് ജിബ്രീൽ പറഞ്ഞു, ഉർദുദു അലൈഹിമുസ്സലാം, സലാം മടക്കണേ ജിബ്രീലേ, സലാം മടക്ക്. ആരാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അത് ഒന്നാമത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബിയാണ് സലാം പറഞ്ഞത്. രണ്ടാമത് മൂസ നബിയാണ് സലാം പറഞ്ഞത്. മൂന്നാമത് ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് സലാം പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്, ഉർദുദു അലൈഹിമുസ്സലാം, അവർക്ക് സലാം മടക്കണേ നബിയേ. പ്രവാചകന്മാർ സലാം പറഞ്ഞിട്ടുണ്ടോ? ഇവരെയൊക്കെ കണ്ടു. അപ്പോൾ പ്രവാചകന്മാർ സലാം മടക്കി. അങ്ങനെയാണ്. പിന്നീട് അങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ഇറങ്ങാനും 2 റക്അത്ത് നമസ്കരിക്കാനും പറഞ്ഞു. ഐന തദ്രി ഐന സ്വല്ലൈത, അറിയുവോ എവിടെയാണ് അങ്ങ് നമസ്കരിച്ചതെന്ന്? ഖുൽതു ലാ, ഞാൻ പറഞ്ഞു അറിയില്ല. ഹാദിഹി ത്വയ്ബ ഫഇന്നഹാ ലമുഹാജറ,
ഇത് ത്വയ്ബയാണ്, മദീനയാണ്. പ്രവാചകനെ അങ്ങ് ഇവിടേക്കാണ് ഹിജ്റ ചെയ്ത് വരാൻ പോകുന്നത് കേട്ടോ. അവിടെയാണ് മെഹറാജിന്റെ രാവിൽ 2 റക്അത്ത് ഇറങ്ങി നമസ്കരിച്ചത്. ഉണ്ടോ? എല്ലാം കാണിച്ചു കൊടുക്കണം. ലാൻഡ് ചെയ്തിട്ട് എന്താ സംഭവം ഇല്ലേ, ഇത് ഇന്ന സ്ഥലം മാപ്പ് വരച്ചു കൊടുക്കണം. ഇവിടേക്കാണ് അങ്ങ് ഹിജ്റ ചെയ്ത് വരാൻ പോകുന്നത് കേട്ടോ. ഇത് മദീനയാണ്. ത്വയ്ബ, ഹാദിഹി ത്വയ്ബ. അതിൻ്റെ പേരാദ്യം അങ്ങനെയായിരുന്നല്ലോ, ത്വയ്ബ. അല്ലാഹു അക്ബർ. അവിടുന്ന് 2 റക്അത്ത് നമസ്കാരം കഴിഞ്ഞ് വീണ്ടും യാത്ര പുറപ്പെട്ടു. പിന്നീട് ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഇറങ്ങാൻ പറഞ്ഞു. ഇൻസിൽ ഫസ്വല്ലി റക്അത്തൈൻ, 2 റക്അത്ത് നമസ്കരിക്കാൻ പറഞ്ഞു. ഫസല്ലാ റക്അത്തൈൻ, 2 റക്അത്ത് നമസ്കരിച്ചു. യാ മുഹമ്മദ്, പ്രവാചകരെ, തദ്രി ഐന സ്വല്ലൈത, എവിടെയാ നമസ്കരിച്ചതെന്ന് അറിയോ? ഖുൽതു ലാ, ഞാൻ പറഞ്ഞു അറിയില്ല. ഹാദിഹി, ഈ സ്ഥലത്ത് നിന്നുകൊണ്ടാണ് തൂരിസീന, ഇത് ജബൽ തൂറാണ്. ഇവിടെ നിന്നാണ് ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുമായി മുനാജാത്ത് നടത്തിയത്. തൂർസീന ഹൈസു കല്ലമഹുല്ലാഹു മൂസ, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവുമായി സംഭാഷണം നടത്തിയ ആ തൂർസീനയാണ് ഇവിടെ കേട്ടോ. നബിയെ 2 റക്അത്ത് അവിടെ നിസ്കരിച്ചേരെ. 3ാമത് കൊണ്ടുപോയി നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, ഇറങ്ങണേ, 2 റക്അത്ത് നമസ്കരിക്കണേ. നമസ്കരിച്ചു കഴിഞ്ഞപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, ഇതെവിടെയാ? ഉടനെ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഹാദിഹി ബൈത്തുൽ ലഹ്മിൻ ഹൈസു ഉലിദ ഈസാ അലൈഹിസ്സലാം, ഇതാണ് ബത്ലഹേം, ബത്ലഹേം എന്ന് നിങ്ങൾ ഇപ്പോൾ പറയപ്പെടുന്ന ബൈത്തുൽ ലഹം. അതായത് ഉലിദ ഈസാ അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ച സ്ഥലമാണ് പ്രവാചകരെ. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ച സ്ഥലം ബത്ലഹേം എന്നൊക്കെ ഇവിടെ പറയുന്നത്. ബൈത്തുൽ ലഹം ഇവിടെയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണിച്ചു കൊടുത്തു. അങ്ങനെ വണ്ടി ലാൻഡ് ചെയ്തു. എവിടെ? ഹത്താ ഇൻതഹൈതു ഇലാ ബൈത്തുൽ മഖദ്ദിസി, ബൈത്തുൽ മുഖദ്ദസിൽ ഞാൻ എത്തി. ബൈത്തുൽ മുഖദ്ദസിൽ ഞാൻ എത്തി. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മൃഗത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. ഫൗഖൽ ഹിമാർ ദൂനൽ ബഗൽ, അതാണ് ഈ ബുറാക്ക്. ബുറാക്ക് എന്ന് പറഞ്ഞാൽ ഒരു കോവർ കഴുതേക്കാളും വലുതുമല്ല, കോവർ കഴുതേക്കാളും ചെറുതുമല്ല. അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു മധ്യത്തിലുള്ള ഒരു മൃഗമാണ്. അപ്പം ഇന്ന് നമ്മുടെയൊക്കെ വീടുകളിൽ ബുറാക്ക് എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു പെണ്ണിൻ്റെയൊക്കെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് മൃഗത്തിൻ്റെ ബാക്കി ശരീരവും വെച്ചിട്ട് പിന്നെ ചില ഫോട്ടോകളൊക്കെ ബുറാക്കാന്ന് വിൽക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞ് കാണാം. അവർക്ക് എങ്ങനെ ഫോട്ടോ കിട്ടിയെന്നറിയില്ല. ആ കാലഘട്ടത്തിൽ ഫോട്ടോ ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് ഇവരെങ്ങനെ എടുത്തു എന്നറിയില്ല. അല്ല, മത്സ്യകന്യകയെ പോലെ കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്. നല്ല കാണാൻ. ഭീമാപ്പള്ളി ഇരിപ്പുണ്ടോ? നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട്. ചിരി കണ്ടപ്പോൾ അങ്ങനെ കൊണ്ടെന്ന് തോന്നുന്നു. ഓരോരുത്തരുടെ വീട്ടിലുണ്ട്. ഞാൻ ഈ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ കാണാം ഇങ്ങനെ ഐറ്റം. നമുക്ക് പറയാൻ പറ്റുമോ? അതെടുത്ത് മാറണം. ബുറാക്കെടുത്ത് മാറ്റാൻ പറഞ്ഞ ഉസ്താദ്. ചിലപ്പോൾ ചാപ്പാട് പോലും തന്നെ ഇറക്കി വിട്ടുകളെ. അതുകൊണ്ട് പേടിച്ച് പറയാത്തതാണ്. പറയാൻ പറ്റില്ല. അവിടെ നല്ല പച്ച ലൈറ്റൊക്കെ ഇട്ട് മാലയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അല്ലാ, ബുറാക്ക് കാണാൻ എന്ത് ചന്തമുള്ള ഒരു മുഖം. അതൊന്നുമല്ല കേട്ടോ, അങ്ങനെ തെറ്റിദ്ധരിക്കുക. അങ്ങനെയൊക്കെ വീടുകളിൽ ആരുടെയെങ്കിലും ഫോട്ടോ ഉണ്ടെങ്കിൽ എടുത്ത് വലിച്ചെറിയണേ. അതൊന്നും അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു ധാരണ പോലെ അല്ലാഹു അലം. അതൊരു മൃഗമാണ്, സാധാ ഒരു മൃഗമാണ്. ഹദീസിൽ തന്നെ നമുക്കത് കാണാം. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ടു ഈ മൃഗത്തിൻ്റെ മുകളിലേക്ക് കയറാൻ വരുമ്പോൾ തന്നെ മൃഗം കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടാൻ തുടങ്ങി. വാലിട്ടടിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ട് മാറുന്നു. നബിയെ കയറ്റാൻ സമ്മതിക്കുന്നില്ല. ജിബ്രീൽ മഹ് മഹ് പുറത്ത് 2 അടി മിണ്ട. ആരാ കയറാൻ പോകുന്നത് എനിക്കറിയാമോ? ലോകത്ത് ഇതുപോലെ ഒരു വിലമതിക്കാൻ പറ്റിയ ഒരാളില്ല. ഇത്രയ്ക്കും വിലമതിക്കാൻ പറ്റാത്ത ഒരു അമൂല്യ സമ്പത്ത് നിന്റെ മുകളിലേക്ക് കയറാൻ പോവാ. കൊണ്ട് മിണ്ടാതെ അവിടെ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ജിബ്രീൽ എന്നെ പിടിച്ചവിടെ നിർത്തി മിണ്ടാതെ. പിന്നെ കയറി. പിന്നെയാണ് ആ യാത്ര പുറപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബൈത്തുൽ മുഖദ്ദസിലെത്തി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ വിരലുകൊണ്ട് അവിടുത്തെ ഒരു പാറയിൽ ഒരമർത്തി ഒരു വലിയൊരു ദ്വാരം ഉണ്ടാക്കി. ഒരു കുത്തു കൊടുത്തപ്പോഴത്തേക്ക് ദ്വാരം വീണു. ഇതിൻ്റെ മൂക്കുകയറി പിടിച്ച് അതിൽ ബന്ധിച്ചു. അതിനെ അവിടെ കെട്ടിയിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ട് നേരെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് വരുമ്പോൾ നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ജിബ്രീൽ ചോദിച്ചു, യാ മുഹമ്മദ്, അതുരീദു അൻ തസ്അല റബ്ബക അൻ യുരിയക മിനൽ ഹൂറിൽ ഐൻ,
മുഹമ്മദേ, ഹൂറിലീങ്ങളെ കാണണമെന്നുള്ള ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ? ഇതൊക്കെ ദുഃഖ ദുനിയാവിലുള്ള കാണിച്ചു കൊടുത്താണ്. ഇതൊക്കെ ഈമാനുള്ളവർക്ക് പറഞ്ഞാലേ വിശ്വാസമുള്ളൂ. ഹൂറിലീങ്ങളെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇപ്പം ചോദിച്ചാൽ മതി. അള്ളാഹു ഇവിടെ നിങ്ങൾക്ക് ഹൂറിലീങ്ങളെ കാണിച്ചു തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖുൽതു നഅം, എനിക്ക് കാണണം, ആഗ്രഹമുണ്ട് നബീന ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ജിബ്രീലിനോട് കാണണം. അല്ലാഹുവിനോട് ദുആ ചെയ്തു. ദുആ ചെയ്തപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അവിടെ പാറക്കൂട്ടമുണ്ട്, ഉലൈക നിസ്വാ വഹുന്ന ജുലൂസുൻ, ആ പാറയുടെ മുകളിൽ അവരിരിപ്പുണ്ട്. നബിയെ, നിങ്ങൾ അങ്ങോട്ടേക്ക് പോകണം. അവിടേക്ക് പോയിട്ട് ഫസല്ലിം അലൈഹിൻ, അവർക്ക് നിങ്ങൾ സലാം ചൊല്ലണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ ആരാണ്, ആർക്ക് വേണ്ടിയാണെന്നൊക്കെ നിങ്ങൾ ചോദിച്ചോണേ. കണ്ടോ, ഇതൊക്കെ വെറുതെ അല്ല. ഖുർആനിൽ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ എന്നൊക്കെ പറയുന്ന അർത്ഥം അങ്ങനെയാണ്. വെറുതെയല്ല, ബാറക്നാ ഹൗലഹു, നാം ബർക്കത്ത് ചെയ്തിട്ടുണ്ട്, ലിനുരിയഹു മിൻ ആയാതിനാ, ഒരുപാട് അള്ളാന്റെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണത്. കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല ദൃഷ്ടാന്തം കാണിക്കാൻ. ഹൂറിലിങ്ങൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നബിക്ക് പറഞ്ഞു, എനിക്ക് ആഗ്രഹമുണ്ട്, കാണണം. നബീന റസൂലുള്ളാഹി തങ്ങളെ വഴി കാണിച്ചു കൊടുത്തു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മാറി നിന്നു. നിങ്ങൾ വയ്ക്കോളി, എല്ലാം വഴി കാണിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ. അല്ലാഹു റസൂൽ അങ്ങോട്ടേക്ക് പോയപ്പോ ഹൂറികളെ കണ്ടു. ഖുൽതു, നബി തങ്ങൾ പറയാണ്, നബി തങ്ങൾ പറഞ്ഞു, ഫസല്ലംതു അലൈഹിൻ, ഞാൻ അവർക്ക് സലാം പറഞ്ഞു. ഫറദദ്ന അലയ്യ സലാം, എന്നോട് അവർ സലാം മടക്കി. ഖുൽതു, ഞാൻ അവരോട് ചോദിച്ചു, മൻ അൻതുൻ, നിങ്ങൾ ആരാണ്, നിങ്ങൾ ആർക്കുള്ളതാണ്? അവരുടനെ ഫഖുൽന, മറുപടി പറഞ്ഞു, നഹ്നു നിസാഉൻ ഖൈറാത്തുൻ ഹിസാൻ, ഞങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട തരുണികളാണ് കേട്ടോ. തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്.